ഗണാനാം തോം ഗണപതി കവിംഗവീനമസ്രവസ്തവം ജ്യേഷ്ഠരാജം ബ്രഹ്മണം ബ്രഹ്മണസ്പദാന ശൃന്നിർവിശിതസാനം ഓം ഗം മഹാഗണാധിപതിയേ നമ ഗണപതിയേ. ഓം ശ്രീരാമജയം ശ്രീരാമജയം ശ്രീരാമജയം. നമസ്കാരം. ഞാൻ ജ്യോത്സ്യർ കെ രാമചന്ദ്രൻ, ജ്യോതിഷാചാര്യൻ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ചാനലിൽ പറഞ്ഞ ചൊവ്വാദോഷത്തിനെ കുറിച്ച് പ്രതിപാദിച്ചിരുന്ന നിങ്ങളെല്ലാവരും കേട്ടിരിക്കുമല്ലോ. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സശ്രദ്ധം എല്ലാവരും അത് കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതായത് ചൊവ്വാദോഷത്തിൻ്റെ പരിഹാരമായിട്ട് നാം ഇവിടെ കാണുന്നത് ചൊവ്വയോ അല്ലെങ്കിൽ ശനിയോ അല്ലെങ്കിൽ കേതുവോ പകരം 7-ൽ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് വേണ്ടത് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അത് അവർ പാപഗ്രഹങ്ങളാണല്ലോ. അപ്പം എന്തുകൊണ്ട് മറ്റ് പാപഗ്രഹങ്ങളായിട്ടുള്ള സൂര്യനെയും സർപ്പനെയും ഇതിന് പകരമായിട്ട് എടുക്കുന്നില്ല എന്ന് പലരും ചോദിക്കാറുണ്ട്. 7-ൽ പാപം നിൽക്കുമ്പോൾ പകരം ഒരു പാപഗ്രഹം വേണമെന്നാണല്ലോ പറയുന്നത്. അപ്പം സർപ്പൻ നിപ്പുണ്ടല്ലോ എൻ്റെ കുട്ടിയുടെ ജാതകത്തിനകത്ത്, അല്ലെങ്കിൽ സൂര്യൻ നിപ്പുണ്ടല്ലോ എൻ്റെ ജാതകത്തിനകത്ത്, അവളുടെ ജാതകത്തിനകത്ത് എന്നങ്ങനെ പറയാറുണ്ട്. പക്ഷെ അതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂര്യൻ 7-ൽ നിൽക്കുന്നത് പക്ക നമുക്ക് ഡൈവേഴ്സിൻ്റെ ആയിട്ടുള്ള ഒരു ലക്ഷണമാണ് അവിടെ കാണിക്കുന്നത്. സൂര്യൻ അവിടെ 7-ൽ നിൽക്കുന്നത് ഡൈവേഴ്സിൻ്റെ ആയിട്ടുള്ള ലക്ഷണത്തിനാണ് നിൽക്കുന്നത്. അത് ചൊവ്വയ്ക്ക് പകരമാകത്തില്ല. സർപ്പൻ അവിടെ നിൽക്കുന്നത് വിവാഹത്തിന് ശേഷം തമ്മിൽ വഴക്കുണ്ടായി പിരിഞ്ഞു പോകാൻ വേണ്ടി ഉള്ള ഒരു ഉദ്ദേശത്തിലാണ് സർപ്പൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവിടെ നിൽക്കുന്നത്. അപ്പോൾ സർപ്പനെ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചൊവ്വ നമുക്ക് വൈദവ്യം ഉണ്ടാവാനായിട്ടാണ് ചൊവ്വ 7-ൽ നിൽക്കുന്നത്. വൈദവ്യം ചെയ്യാനായിട്ട്. സ്ത്രീജാതകത്തിലാണെങ്കിൽ പുരുഷന് വൈദവ്യം ഉണ്ടാക്കാനായിട്ടും, പുരുഷജാതകത്തിലാണെങ്കിൽ സ്ത്രീക്ക് വൈദവ്യം ഉണ്ടാവാനായിട്ടും ഉള്ള ഒരു ഉദ്ദേശത്തിലാണ് ചൊവ്വ അവിടെ നിൽക്കുന്നത്. അപ്പം പകരം അതേ ഉദ്ദേശത്തിലൂടെയുള്ള ചൊവ്വയെ കിട്ടിയാൽ ആ വൈദവ്യ ദോഷം അതോടുകൂടി മാറുന്നു, പകരത്തിന് പകരം. അതിൻ്റെ ആയിട്ടുള്ള പവർ ഉള്ളത് ജാതകത്തില് ഈ കേതു എന്ന് പറയുന്നത് ചൊവ്വയുടെ തന്നെ ഒരു മറ്റൊരു പര്യാപ്തമാണ്. ചൊവ്വയുടെ എല്ലാ ലക്ഷണങ്ങളുള്ള ഒരു ഗ്രഹമാണ് കേതു ഗ്രഹം. അപ്പോൾ 7-ൽ കേതു നിന്ന് കഴിഞ്ഞാൽ ചൊവ്വയ്ക്ക് വരെ എടുക്കാം. ഏതാണ്ട് ആ രീതിയിലുള്ള ഒരു പ്രവർത്തന രീതിയാണ് ശനിക്കുള്ളത്. ശനി 7-ൽ നിന്നാലും അതിന് പകരമായിട്ട് എടുക്കാം. പക്ഷെ ചൊവ്വ ആണ് നമ്മൾ കൂടുതൽ നമുക്ക് കിട്ടാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. കിട്ടിയില്ലെങ്കിൽ നമ്മൾ ശനിയോ കേതു എടുക്കാം. പക്ഷെ സർപ്പനെയും സൂര്യനും നമുക്ക് ഒരു കാരണവശാലും നമുക്ക് 7-ാം ഭാവത്ത് നിൽക്കുന്ന നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാണ്. അപ്പം അത് മനസ്സിലായിക്കണമല്ല. അതുപോലെ തന്നെ ഒരു കുടുംബത്തിലെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ, പെൺകുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അവരുടെയൊക്കെ ജാതകങ്ങൾ ഒരു 12 വയസ്സൊക്കെ ആകുമ്പോൾ, 10, 11, 12 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു ഉത്തമ ജ്യോത്സ്യനിലേക്ക് കൊണ്ടുപോയി അവരുടെ ആയിട്ടുള്ള വിവാഹ കാര്യങ്ങൾ, അവരുടെ ആയിട്ടുള്ള പഠന കാര്യങ്ങൾ, അവരുടെ ആയിട്ടുള്ള തൊഴിലിൻ്റെ കാര്യങ്ങൾ, ഇവയെല്ലാം നേരത്തെ അറിഞ്ഞിരിക്കുന്നത് നല്ലത്. ഇത്രയും നേരത്തെ അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മാറ്റങ്ങൾ, എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കി മുമ്പോട്ട് നല്ല രീതിയിൽ പോകാനായിട്ടുള്ള ഒരു സന്ദർഭം നമുക്ക് അനുയോജ്യമായിട്ട് കിട്ടും. വിദ്യാഭ്യാസ മേഖല എവിടെയാണ്, എന്താണ്, എന്ത് ഉദ്യോഗമാണ്, എന്ത് രീതിയിലുള്ള ചൊവ്വാദോഷമുണ്ടോ, ചൊവ്വാദോഷം ഇല്ലയോ, വിവാഹ ജീവിതത്തിന് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച് ആ മാതാക്കൾ, അമ്മയാണ് അതിന് കൂടുതൽ താല്പര്യം എടുക്കേണ്ടത്, അത് നോക്കിയെടുത്ത് നമ്മൾ മനസ്സിനകത്ത് റിസർവ് ചെയ്ത് വെച്ചേക്കണം. അപ്പോഴറിയാൻ പറ്റും എൻ്റെ മോക്ക് ഇത്രാമത്തെ വയസ്സിലാണ് വിവാഹം പറയുന്നത്, എൻ്റെ മോക്ക് ചൊവ്വാദോഷം ഇല്ല, അല്ലെങ്കിൽ ചൊവ്വാദോഷം ഉണ്ട്, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിനകത്ത് ഇങ്ങനെ ഒരു കറക്ഷൻ വരുന്നുണ്ട്, അതിന് ആ ജ്യോത്സ്യർ ഇന്ന രീതിയിലുള്ള പരിഹാരം ചെയ്തു തന്നിട്ടുണ്ട്. അത് ആ സമയമാകുമ്പോൾ അത് ചെയ്യണം. അത് ആ ജാതകത്തിൻ്റെ തൊട്ടുപുറകിൽ ജ്യോത്സ്യനെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കുക. ജാതകം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ആ ജ്യോത്സ്യനല്ലാതെ വേറെ ആർക്കും അതിനകത്ത് എഴുതാനോ എടുക്കാനോ പാടില്ല. അതുകൂടെ മനസ്സിലാക്കിയ പവിത്രമായിട്ടുള്ള ഒരു സാധനമാണ് ജാതകം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ജ്യോത്സ്യനെ കൊണ്ടുപോകുമ്പോൾ ഒരു കുറിപ്പ് എഴുതി വെച്ചേക്കണം, തലക്കുറിപ്പ്. അത് കൊണ്ടുപോയാൽ മതി. ജാതകം നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ഈ ജാതകത്തിനായിട്ട് തലക്കുറിപ്പ് കൊണ്ടുപോയാൽ നമ്മൾ ജ്യോതിഷന്റെ അത് വേണ്ടുന്ന ആ ഒരു കണ്ടൻസാണ്. എന്തൊക്കെയാണ്, എന്ത് ഗ്രഹനില, എന്ത് ശിഷ്ടദശ, ജനന സമയം,
കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അവർ കണ്ടുപിടിച്ചോളും. അവർക്ക് ആവശ്യം അത് തന്നെ. അപ്പോൾ ഈ ജാതകം വീട്ടിൽ വെച്ചിട്ട് ഈ കുറിപ്പ് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അത് ചോദിച്ചിട്ട് അതിൻ്റെ പുറകിൽ നമ്മൾ ഇതിൻ്റെ കല്യാണത്തിൻ്റെ സമയമൊക്കെ അവരെ കൊണ്ട് എഴുതിപ്പിച്ച് വിദ്യാഭ്യാസ മേഖല ഏതെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക, അതുപോലെ വിദ്യാസ്ഥാനം ഏതെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുക, അതിനനുസരിച്ചുള്ള മൂവിങ് നടത്താം. അല്ലെങ്കിൽ ഇതെല്ലാം ഈ എന്തോ പറയുന്ന നമുക്ക് മഴ പെയ്ത് എല്ലാം നശിച്ചതിന് ശേഷം വേലി കെട്ടിയിട്ട് കാര്യമില്ല. അപ്പം എന്തെങ്കിലും ഒരു ദുരനുഭവങ്ങളോ അല്ല മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ജാതകം കൊണ്ട് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും നേരത്തെ അറിഞ്ഞു വെച്ചാൽ നല്ലതായാലും ചീത്തയായാലും നമുക്ക് നേരത്തെ കൂട്ടി പരിഹാരങ്ങൾ ചെയ്ത് അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ പരിഹാരങ്ങളെല്ലാം തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു പരിഹാരം കാര്യങ്ങൾ നമുക്ക് ചെയ്താലേ എല്ലാത്തിനും അത് വിജയസാധ്യത കിട്ടത്തുള്ളൂ. അത് ദോഷനിവൃത്തി ഉണ്ടാവൂ എന്ന് ധരിക്കണ്ട. എല്ലാം ദൈവഭക്തിയോടുകൂടി, ഈശ്വരഭക്തിയോടുകൂടി, ഈശ്വര വിശ്വാസത്തോടുകൂടി, ക്ഷേത്രത്തോടുള്ള വിശ്വാസത്തോടുകൂടി, ആ പരിഹാരം ചെയ്യുന്ന പോറ്റിയോടുള്ള വിശ്വാസം കൊണ്ടും എഴുത്തര ജ്യോത്സ്യന്റെയും ജ്യോതിശാസ്ത്രത്തിനോടുള്ള വിശ്വാസം കൊണ്ടും നമ്മൾ ഒരു പരിഹാരം ചെയ്താൽ തീർച്ചയായിട്ടും അത് നമ്മൾ ഫലത്തിൽ എത്തിച്ചേരും. അപ്പോൾ അങ്ങനെയുള്ള പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാം. വലിയ വലിയ ഹോമവും വലിയ വലിയ പൂജയും വലിയ യന്ത്രങ്ങളൊക്കെ എഴുതി കിട്ടിയാൽ എല്ലാ പരിഹാരം തീരും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു അത്ര വലിയ ഒരു ഇത് വേണ്ട. അല്ലാതെ തന്നെ ചെറിയ ലളിതമായ കാര്യങ്ങളിലൊക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഭഗവാന് നമുക്ക് നമ്മുടെ ശുദ്ധമായ ഒരു ഭക്തിനിർഭരമായ ഹൃദയമാണത് ഭഗവാൻ ആവശ്യപ്പെടുന്നതല്ലാതെ ധനവോ മറ്റു കാര്യങ്ങളോ പക്ഷെ അതേസമയം അങ്ങനെ ഉണ്ടാകുന്നതായിട്ട് ചില വളരെ വിരളമായിട്ടുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടാകും. അപ്പോഴും നമുക്കത് ഇത് പൂജയൊന്നും വേണമെന്നല്ല പറഞ്ഞത്. ആ സമയത്ത് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളനുസരിച്ച് ചെയ്യാമെന്നല്ല. തൊട്ടവനും പിടിച്ചതിനും ഒക്കെ വലിയ വലിയ പൂജകളും കാര്യങ്ങളും ചെയ്യണം എന്നുള്ള നിർബന്ധ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. അപ്പം നമുക്ക് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തിൻ്റെ ആയിട്ടുള്ള ആ ജാതകം നമ്മൾ നേരത്തെ നമ്മളെല്ലാം എഴുതി വെക്കുക. അത് നല്ല രീതിയിൽ പരിശോധന നടത്തി ജ്യോതിഷനെ കൊണ്ട് എല്ലാം വായിച്ച് കേൾപ്പിച്ച് നമ്മൾ വീട്ടിൽ ചെന്നതിന് 6 മാസത്തിന് ഒരിക്കലെങ്കിലും ആ കുട്ടികളുടെ ജാതകം നമ്മൾ വായിച്ച് കേൾപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടിയെക്കുറിച്ചുള്ള ചരിത്രം നമുക്ക് എന്താണ് എന്നുള്ളത് കാര്യം നമുക്ക് മനസ്സിലറിയാൻ പറ്റും. ഞാനത് പറയാനുള്ള കാര്യം, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾ ആ കുട്ടിയെക്കുറിച്ചുള്ള ഭാവി കാര്യങ്ങൾ അതാത് ഘട്ടം വരുമ്പോഴേ അവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ. വിദ്യാഭ്യാസത്തിൽ എത്രത്തോളം ഉന്നത സ്ഥാനത്തിലെത്തുന്നുള്ള വിദ്യാഭ്യാസം തുടങ്ങുമ്പോഴേ അറിയാൻ പറ്റും. പഠിക്കാൻ മടി കാണിക്കുന്നല്ലോ മക്കള്, പഠിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവൻ പഠിക്കുന്നല്ലോ, അല്ലെങ്കിൽ അവൻ ഏതിനാ പോകേണ്ടതെന്ന് അതായത് ഘട്ടത്തിൽ വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഒരു കുട്ടി പൂജാതനായി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അങ്ങ് അറ്റം വരെ ഉള്ള ആയുഷ്കാലം മുഴുക്കുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാൾ ഭഗവാനാണ്. ഭഗവാൻ അറിയാം ഇത് ഏതൊക്കെ റൂട്ടാണ് പോകുന്നത്, ഏത് റൂട്ടിൽ കൂടെ പോയി എവിടെയൊക്കെ തിരിയുന്നു, എവിടെയൊക്കെ പോയി വരുന്നുള്ള റൂട്ട് അറിയാൻ പറ്റും. പിന്നീട് നമുക്ക് അറിയാവുന്നുള്ള കാര്യം, ഉത്തമനായ നല്ല ജ്യോതിശാസ്ത്രത്തിൽ നല്ല നൈപുണ്യമുള്ള ഒരു ജ്യോതിഷന് മാത്രമേ ആ ജാതകം നോക്കി നമുക്ക് ഈ കുട്ടി ഇന്ന രീതിയിലാണ് പോകുന്നത്, ഇന്ന രീതിയിലാണ് പഠിക്കാൻ പോകുന്നത്, ഇന്ന രീതിയിലാണ് ഭാഗ്യങ്ങൾ ഉണ്ടാവുന്നത്, ഇന്ന രീതിയിൽ അനുഭവങ്ങൾ ഉണ്ടാവും, അല്ല ഇതിനകത്ത് ഭാഗ്യം ശകലം കുറവുണ്ട്, ഭാഗ്യത്തിന് വേണ്ടി ഇന്നത് ചെയ്യണം, വിദ്യാഭ്യാസ മേഖല ശകലം കുറവുണ്ട്, വിദ്യാഭ്യാസ ഉന്നതിക്ക് വേണ്ടി ഇത് ചെയ്യണം, തൊഴിൽ മേഖല കുറച്ച് മന്ദത വരുന്നുണ്ട്, തൊഴിൽ മേഖലയ്ക്ക് ഇങ്ങനെ ഇത്രപ്രകാരം ചെയ്യണം, വിവാഹസ്ഥാനത്ത് നല്ല കുഴപ്പങ്ങളുണ്ട്, അതിനൊക്കെ പരിഹാരം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതായ മനസാക്ഷിയുള്ള ആത്മാർത്ഥതയുള്ള ഉത്തമനായ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി നമ്മൾ നോക്കി ലളിതമായ പരിഹാരങ്ങൾ ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭാവി ജീവിതം, ആ കുട്ടിയുടെ ഭാവി ജീവിതവും കാര്യങ്ങളൊക്കെ വളരെ ഭദ്രമാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഏവരുടെ ഒരു കടമയാണ്, മാതാപിതാക്കളുടെ രക്ഷാകർത്താക്കളുടെ ഒരു കടമയാണ് എന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ്